സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് വരുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നതെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ആ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഒരു ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് വരുന്നുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ എഫക്ട്സ്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ ടോപ്പിക്കാണ് കൺട്രോൾ സിസ്റ്റം കമ്പോണൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം കമ്പോണൻസ് നമുക്കറിയാം, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു 2 or 3 കമ്പോണൻസ് ചേർന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം, അതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ് ആ ഒരു സിസ്റ്റത്തിൽ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. പിന്നെ വരുന്നത് കൺട്രോളേഴ്സ് എന്താണെന്നുള്ളതാണ്. സോ കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. പിന്നെ കോമ്പൻസേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. എന്തായാലും കൺട്രോൾ സിസ്റ്റത്തിന് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോളേഴ്സ് വേണം, അതുപോലെ കോമ്പൻസേറ്റേഴ്സ് വേണം. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ S5 നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കുറച്ച് പാർട്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻസും അങ്ങനത്തെ ബ്ലോക്ക് ഡയഗ്രാംസ് എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സിഗ്നൽസിൽ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കണം. ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തിട്ട് വേണം ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് റെഫറൻസ് ആയിട്ട് വെച്ച്, അതായത് സിഗ്നൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ലീനിയർ കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയാലോ. കൺട്രോൾ സിസ്റ്റം, ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിന് ഇൻട്രൊഡക്ഷൻ നോക്കിയാലോ. ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് ടോപ്പിക്ക് പഠിക്കും മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഒരു സിസ്റ്റം എന്നതാണ്. എന്താണ് ഒരു സിസ്റ്റം? നോർമലി നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു സിസ്റ്റം എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്തൊരു കാര്യമാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റൂമിൽ സ്വിച്ച് ഇടുന്നു, ലൈറ്റ് കത്തുന്നു, ഫാൻ ഓൺ ആവുന്നു, അതെല്ലാം നമ്മളൊരു സിസ്റ്റമാണ്. അതുപോലെ നമ്മൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ടാപ്പ്, ഒരു വാട്ടർ ടാപ്പ് നമ്മൾ ഓൺ ചെയ്യുന്നു, അതായത് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? നമ്മൾ വാട്ടർ, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതെല്ലാം ഒരു സിസ്റ്റമാണ്, ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്. ഒരു സിമ്പിളായിട്ട് പറയാം, ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആണത്. നമ്മൾ എന്തൊരു ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു സിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് കൺട്രോൾ സിസ്റ്റം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് കൺട്രോൾ സിസ്റ്റം എന്ന്? ഓക്കെ, ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞു. ആ ഔട്ട്പുട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നു, ആ ഔട്ട്പുട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കൺട്രോൾ സിസ്റ്റം ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഫിസിക്കൽ കമ്പോണൻസ് ടു ഡയറക്റ്റ് ഓർ റെഗുലേറ്റ് കമാൻഡ് എ സിസ്റ്റം സോ ദാറ്റ് എ ഡിസൈഡ് ഒബ്ജക്റ്റീവ് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ നമുക്ക് എന്താണോ ഔട്ട്പുട്ടായിട്ട് വേണ്ടത് അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? നമ്മുടെ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ്, അതായത് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റമാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? നമ്മൾ മെയിൻ ടൈപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതാണ് നമ്മുടെ മെയിൻ ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണെന്നുള്ളതാണ്. എന്തായിരിക്കും ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് വേറൊരു പേരാണ് നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം, അതാണ് ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം, അതായത് ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ ഒന്നും കൊടുക്കാതെ ഉള്ള ഒരു സിസ്റ്റം. ഇത് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഇൻപുട്ടിലോട്ട് ഒരു കണക്ഷൻ വരും, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ അതൊന്നും ഇല്ലാണ്ട് നോർമലി നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്.
ഇപ്പൊ എന്തെന്ന് പറയാൻ പറ്റും? അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? An open loop control system utilizes an actuating device to control the process directly without using feedback. അപ്പോൾ ഫീഡ്ബാക്ക് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡയറക്ട്ലി നമ്മളൊരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ പറയാൻ പറ്റും? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് ദ വൺ വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഇൻപുട്ട് ബട്ട് കൺട്രോളിങ് ആക്ഷൻ ഓർ ഇൻപുട്ട് ഈസ് ടോട്ടലി ഇൻഡിപെൻഡന്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഇൻപുട്ടിനെ വെച്ചിട്ടാണ്. അതായത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എല്ലാ സിസ്റ്റത്തിലും നടക്കുന്ന കാര്യം. ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് ആയാലും ക്ലോസ് ലൂപ്പ് ആയാലും എല്ലാ സിസ്റ്റത്തിലും നടക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നില്ല. ഇവിടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നില്ല? ഔട്ട്പുട്ട് ഇപ്പോൾ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ അറിയുന്നില്ല. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ട് കിട്ടുന്നു. അല്ലാണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നമ്മൾ പറയുന്ന ഒരു കാര്യം. പക്ഷെ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം ഇൻപുട്ട് അറിയുന്നതും ഇല്ല. ഓക്കെ, ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാനുവലി അത് ചേഞ്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ആ ഔട്ട്പുട്ട് അത്രയും വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുന്നില്ല, ഇൻപുട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിക്ക് ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഇൻപുട്ടിന് കിട്ടുന്നില്ല. സോ അങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ in an open loop control system, the output can be adjusted or varied by varying the input, but the output has no effect on the input. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇൻപുട്ടിന് എന്താണ് എന്ത് ചേഞ്ച് വന്നാലും അത് ഔട്ട്പുട്ടിനെ ബാധിക്കും. പക്ഷെ ഔട്ട്പുട്ടിന് എന്ത് ചേഞ്ച് വന്നാലും അത് ഇൻപുട്ടിനെ ബാധിക്കില്ല. അതാണ് നമ്മുടെ എന്താണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ്, ദ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം കനോട്ട് കറക്റ്റ് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ, എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളാൽ നമ്മുടെ ഔട്ട്പുട്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കിട്ടേണ്ട ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട് ബ്ലോക്ക് ഡയഗ്രത്തിൽ? ഒരു റെഫറൻസ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. എന്തിലോട്ടാണ് കൊടുക്കുന്നത്? നമ്മളൊരു കൺട്രോളറിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. അവിടുന്ന് ആക്ടിവേറ്റിംഗ് സിഗ്നൽ വഴി നമ്മൾ പ്ലാന്റിലോട്ട്, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യേണ്ട എന്ത് എക്യുപ്മെൻ്റ് ആണോ അതിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്നു. ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മൾ നോർമലി ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ എന്താണ് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ഡെയിലി നമ്മൾ കണ്ടുവരുന്ന എക്സാമ്പിൾസ്, നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി കാണുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ക്ലോത്ത് ഡ്രയർ, അതായത് നമ്മുടെ ഇപ്പം സിമ്പിളല്ലേ, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ കൂടെയുള്ള നമ്മളെ ഡ്രയർ ഉണ്ടല്ലോ, ക്ലോത്ത്സിൻ്റെ ഡ്രയർ. അത് തന്നെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു ഇൻപുട്ട് ഇത്ര സമയം അത് ഉണങ്ങണം എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ടൈം അല്ലേ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇത്ര ടൈം അത് ഉണക്കണം എന്നുള്ളത്. പക്ഷെ ആ തുണി ഉണങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ഒരു കാര്യം നമുക്ക് എന്താണ് ചെക്ക് ചെയ്യുന്നില്ല. അതാണ് അതിലൊരു മെയിൻ കാര്യം. അതായത് തുണി ഉണങ്ങി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആരും ചെക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇത്ര ടൈം അത് ഉണങ്ങണം എന്നുള്ളത്. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ അത് കട്ടാവും. അല്ലാണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് ആക്ച്വലി ഒരു ഡ്രയറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? തുണി ഉണക്കി കിട്ടണം എന്നുള്ളതാണ്. അപ്പം അത് ഉണങ്ങുന്നുണ്ടോ? ചിലപ്പോൾ നമുക്കത് ആ ഒരു ടൈം കഴിയുമ്പോൾ കിട്ടുമ്പോഴും അതിന് നനവ് കാണും. അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല. അപ്പം അതാണ് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഒരു ഇലക്ട്രിക് ഫർണസ് കൊടുക്കും. നമ്മളൊരു ഡിസൈഡ് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഫർണസ്, അതിനകത്തൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന ടൈം വരെയും ആ ടെമ്പറേച്ചർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിൻ്റെ ഇപ്പോൾ ആ ടെമ്പറേച്ചർ റീച്ച് ചെയ്തെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും മാനുവലി ഓഫ് ആക്കുന്നത് വരെ അതെന്ത് ചെയ്യും? ആ ഒരു ടെമ്പറേച്ചറിൽ ഒക്കെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഹീറ്റിംഗ് എലമെൻറ്റ് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴാണോ അത് ഓഫ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ അത് ഓഫ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണം എന്നുള്ളൊരു ഇത് നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ, ഒരു നോർമലി ഒരു DC മോട്ടർ പറയുവാണെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എന്താണ്? മോട്ടർ കറങ്ങുന്നു. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, മോട്ടർ കറങ്ങുന്നു. ഇൻ കേസ് നമുക്ക് ലോഡ് കൂടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മോട്ടർ അത്രയും സ്പീഡിന്, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്പീഡിന് ചിലപ്പോൾ കറങ്ങണം എന്നില്ല. ലോഡ് കൂടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ സ്റ്റാർട്ടിങ് സ്പീഡിൽ കറങ്ങണം എന്നില്ല. പക്ഷെ അത് കറങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ ഇൻപുട്ട് അറിയുന്നില്ല. നമ്മൾ അപ്പോഴും ആ ഒരു വോൾട്ടേജിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ്
അതിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻലി ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ്, നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സിമ്പിളാണ്, നമുക്ക് പ്രത്യേകിച്ച് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം ഡിസൈൻ സിമ്പിളാണ്, കൺസ്ട്രക്ഷൻ സിമ്പിളാണ്, വേറെ സെൻസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ സെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എക്സ്ട്രാ സെൻസേഴ്സോ ഫീഡ്ബാക്ക് പാത്തോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ എക്കണോമിക്കലാണ്. പിന്നെ എന്താണ് മെയിൻ്റനൻസ് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റെബിലിറ്റി പ്രോബ്ലം ഒന്നും നോർമലി വരുന്നില്ല. പിന്നെ സിസ്റ്റം എന്താണ് കൺവീനിയൻ്റ് ആണ്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു, അതിൽ കൺവീനിയൻ്റ് ആണ് നമ്മൾ. ഇനി അടുത്ത വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ ഒരു സാധനത്തിൻ്റെ, നമുക്ക് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. അതായത് നമുക്ക് കിട്ടേണ്ട സാധനം നമുക്ക് എപ്പോഴും കിട്ടും, അതായത് കിട്ടേണ്ട ഔട്ട്പുട്ട് നമുക്ക് എപ്പോഴും കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരിക്കലും ആക്യുറേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്പുട്ട് എപ്പോഴും നമ്മുടെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് രണ്ടാമതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നില്ല. പിന്നെന്താണ്, റീകാലിബ്രേഷൻ നമുക്ക് ഓരോ സമയത്തും റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ചിലപ്പം വേരി ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ടൈംലി നമ്മൾ എന്ത് ചെയ്യണം, റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻലി ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണെന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണെന്നുള്ളത്. ഓക്കെ.